പൊറോട്ടയും ബീഫ് റോസ്റ്റും അത് മലയാളികൾക്ക് വെറും ഒരു ഭക്ഷണമല്ല, അത് അവരുടെ ഒരു ഇഷ്ട കോമ്പിനേഷനാണ്. തിരുവനന്തപുരത്ത് നല്ല പൂവ് പോലത്തെ പൊറോട്ടയും ബീഫും കിട്ടുന്ന ഒരു അടിപൊളി സ്പോട്ടിലേക്കാണ് അഞ്ജന അനിൽകുമാർ പോയിരിക്കുന്നത്. നമുക്ക് വഞ്ചനയ്ക്കൊപ്പം ഒന്ന് പോകാം. ഗുഡ് മോർണിംഗ്. തെറ്റിപ്പോയതല്ല കേട്ടോ, ഞാനിപ്പോൾ ഉള്ളത് തിരുവനന്തപുരത്തെ ഗുഡ് മോർണിംഗ് ഹോട്ടലിലാണ്. തിരുവനന്തപുരത്തുകാർക്ക് വളരെ സുപരിചിതമാണ് ഈ ഹോട്ടൽ. കഴിഞ്ഞ 45 വർഷമായി നല്ല അടിപൊളി പൊറോട്ടയും ബീഫും കിട്ടുന്ന സ്പോട്ടാണ് കരമനയിലുള്ള ഈ ഗുഡ് മോർണിംഗ്. എൻ്റെ കൂടെ ഇപ്പോൾ ഉള്ളത് ഗുഡ് മോർണിംഗ് ഹോട്ടലിൻ്റെ ഓൾ ഇൻ ഓൾ ആണ്. ഓണറാണോ എന്ന് ചോദിച്ചാൽ ഓണറാണ്, എന്നാൽ ഇവിടെ ജോലി എടുക്കുന്നതൊക്കെ കാണാം. ഇതിൻ്റെ ഓൾ ഇൻ ഓളായ ഷിബു ചേട്ടനോട് തന്നെ നമുക്ക് ചോദിക്കാം. ഹോട്ടൽ ഇപ്പോൾ 45 വർഷം ഓപ്പൺ ആയിട്ട് അച്ഛൻ തുടങ്ങിയ ഹോട്ടലാണ്. ഇപ്പോൾ നോക്കി നടക്കുന്ന ആ ഒരു പരിപാടി മാത്രമേ ഉള്ളൂ നമുക്ക്. പിന്നെ വിറകടുപ്പാണ്, നാടൻ രീതിയിലുള്ള ഭക്ഷണമാണ്. ഇപ്പോൾ മെനു വന്നിട്ട് പൊറോട്ടയും ബീഫും, ബീഫ് ഫ്രൈ, വേറെ അഡീഷണൽ മെനു ഒന്നുമില്ല. രാവിലെ 7 മണിക്ക് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ രാത്രി 7 മണി വരെ കാണും. എൻ്റെ നാട്ടിൽ നിന്നും കാണാത്തൊരു വെറൈറ്റി ഐറ്റം ഞാൻ ഇവിടെ കണ്ടു നേരത്തെ. അത് ഒറട്ടിയാണ്. ഇവിടെ ട്രിവാൻഡ്രത്ത് കിട്ടുന്ന സാധനമാണ് ഒറട്ടി. അപ്പോൾ ചേട്ടന് ഇത് ഈ പാചകത്തിലുമൊക്കെ ഒരു മേൽനോട്ടം ഉണ്ടല്ലേ? ഇവിടെ നിന്ന് അങ്ങ് പഠിച്ചതാണ്. അച്ഛൻ തുടങ്ങി വെച്ച പരിപാടിയാണ്. അച്ഛനെ ഞാൻ കണ്ടുപിടിച്ച്. കണ്ടാൽ എളുപ്പമായിട്ട് തോന്നുമെങ്കിലും ഇത് നിസ്സാര പണിയല്ല കേട്ടോ. ഞാൻ ശ്രമിച്ചിട്ട് എന്തായാലും പരാജയപ്പെട്ടിട്ടുണ്ട്. എന്തായാലും ഇതിൻ്റെ എക്സ്പേർട്സിനോട് തന്നെ നമുക്ക് ചോദിക്കാം. ചേട്ടാ, കണ്ടാൽ എളുപ്പമായിട്ട് തോന്നിയാലും ഇത് നിസ്സാര പണിയല്ല. യെസ്, പൊറോട്ട എന്ന് പറയുന്നത് കൈ ബാലൻസാണ്. കൈ ബാലൻസ് ആദ്യമേ നമ്മൾ വന്ന് പഠിക്കുമ്പോഴത്തേക്ക് മാവ് കുഴപ്പിക്കാനും അതിന് ഇതിനൊക്കെ നമ്മളെ പഠിപ്പിക്കും. ആദ്യം മാവ് കുഴപ്പമാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. അളവ്, വെള്ളം, അതിൻ്റെ കണക്ക് എല്ലാം ഉപ്പും എല്ലാം ഇട്ടിട്ട് മാവിട്ട് നമ്മളെ കൊണ്ട് പഠിപ്പിക്കും. അത് 1-2 ആഴ്ചയൊക്കെ ആകുമ്പം നമുക്കത് ബാലൻസാകും. ബാലൻസായിട്ട് പിന്നെ നമ്മൾ പതുക്കെ ഇത് കൊണ്ട് പഠിപ്പിക്കുന്നത് കൈ ബാലൻസേ ഉള്ളത്. പിന്നെ ഇത് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ അതൊരു ഇഷ്യൂവല്ല. പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ അതെല്ലാം ക്ലിയർ ആവും. നമ്മൾ ചില പൊറോട്ട കഴിക്കുമ്പോൾ പറയും അടിച്ചത് ശരിയായില്ല, ചില പൊറോട്ടയ്ക്ക് പറയും നല്ല പൂ പോലത്തെ പൊറോട്ട എന്നൊക്കെ. അത് സംഭവം ഈ വീശ് നല്ല വരാത്തതുകൊണ്ടാണ്. ഈ വീശ് നല്ല വന്നു കഴിഞ്ഞാൽ നല്ല ഇതായിട്ട് വരും. പിന്നെ ചില അടിക്കുന്ന അടി ഏൽക്കില്ല. നല്ല ചൂട് വരും, എണ്ണയുടെ അംശത്തിൻ്റെ ചൂട് വരും. അപ്പോൾ ഇതിൽ കുറച്ച് നേരം വെച്ചിരിക്കും. അപ്പോൾ ഇത് തണുത്ത് കഴിഞ്ഞാൽ അതിനകത്ത് അടി വരില്ല. ആ ചൂടോടെ അടി ഏൽക്കുള്ളൂ ഇതിനകത്ത്. ഇതുപോലെ ഇരിക്കുള്ളൂ. ഇത്രയും നൈസിൽ വരണം. ഇത്രയും നൈസിൽ വന്നാൽ അതിൽ കട്ടി മാവായി പോയാൽ ആ പൊറോട്ട കട്ടിയായിട്ട് തന്നെ ഇരിക്കും. അപ്പോൾ ഇരിക്കും തോറും കട്ടിയായിട്ട് ഇത് ഇരുന്നാലും ആ സ്പോഞ്ച് കണക്ക് തന്നെ ഇരിക്കും. അതാണ് ഇതിൻ്റെ ഇത്രയും ഉള്ളത് ഇതിൻ്റെ കാര്യം. ഇവിടെ ഇപ്പോൾ ഉച്ച സമയമാണ്, നല്ല തിരക്കുമാണ്. ഒരുപാട് പേര് പൊറോട്ടയും ബീഫും ഒക്കെ കഴിക്കുന്നുണ്ട്. എങ്ങനെയുണ്ട് പൊറോട്ടയും ബീഫും? എങ്ങനെ? പൊറോട്ട ബീഫ് അടിപൊളിയാണ്. ഞാൻ കണ്ണൂരിൽ നിന്നാണ്. ബേസിക്കലി നമ്മുടെ നാട്ടിൽ വലിയ പൊറോട്ട ഉണ്ടാവും, പക്ഷേ ഇത് ചെറിയ പൊറോട്ട, പിന്നെ നല്ല അടിപൊളി ബീഫ്, നല്ല ടേസ്റ്റ്, നല്ല തിക്കായിട്ടുള്ളതാണ്. നമുക്ക് കഴിക്കുമ്പോൾ നല്ല സമാധാനം, സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും. ഇന്ന് തന്നെ ഇതിൽ കയറുന്നത് ഭക്ഷണം കൊള്ളാം, നല്ല ടേസ്റ്റ് ഉണ്ട്. ആഹാ, കാണാൻ തന്നെ എന്തൊരു രസമല്ലേ. ഇനിയിപ്പോൾ കൂടുതൽ വർത്തമാനം പറയാനൊന്നും നിൽക്കുന്നില്ല. ഞാൻ എന്തായാലും കഴിക്കാൻ പോവാണ്. അപ്പോൾ കരമന വഴി പോവുകയാണെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്, ഇഷ്ടപ്പെടും. വീഡിയോ ജേർണലിസ്റ്റ് ബിബിൻ ചെങ്കലിനൊപ്പം റിപ്പോർട്ടർ അഞ്ജന അനിൽകുമാർ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.